ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ നീ നന്നാകുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? ആ, നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. നിന്റെ മോക്ക് സുഖം തന്നെയല്ലേ? ആ, അങ്ങനൊക്കെ കഴിയുന്നു. ആ, ഞാൻ നിന്നോട്ടൊരു കാര്യം പറയാം. ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഏതാടാ പെണ്ണ്? അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. പാവപ്പെട്ടൊരു പെണ്ണാണ്. 16-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. കൊള്ളാം, ഗുഡ്. ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും വരാം. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഇതാണ് സാവിത്രി, നമ്മുടെ ആദ്യത്തെ രാത്രിയുടെ പ്രത്യേകത. മഞ്ജരികൾ മഞ്ജുഷകൾ മാധവമാസം പ്രാണനിൽ കുങ്കുമവും കളഭവുമാ പുതിയ പുലരിതന്നാരംഭം മൗനങ്ങളെ ഉണരൂ. മഞ്ജരികൾ മഞ്ജുഷകൾ മാധവമാസം പ്രാണനിൽ കുങ്കുമവും കളഭവുമാ പുതിയ പുലരിതന്നാരംഭം മൗനങ്ങളെ ഉണരൂ. വിടരുമോരോ നാളും കരളിൽ തീർക്കും ഈ ബിംബങ്ങളിൽ ഉയരിടും ഗീതകം പിരിയാനാവാത്ത ബന്ധങ്ങളാൽ മധുരമീ ജീവിതം. മഞ്ജരികൾ മഞ്ജുഷകൾ മാധവമാസം പ്രാണനിൽ കുങ്കുമവും കളഭവുമാ പുതിയ പുലരിതന്നാരംഭം മൗനങ്ങളെ ഉണരൂ. വിരിയുമോരോ പൂവും സിരയിൽ പെയ്യും ഈ ഗന്ധങ്ങളിൽ ഉറവിടും മംഗളം അമൃതമൂട്ടുന്ന ഹർഷങ്ങളാൽ സ്വർഗമായി മന്ദിരം. മഞ്ജരികൾ മഞ്ജുഷകൾ മാധവമാസം പ്രാണനിൽ കുങ്കുമവും കളഭവുമാ പുതിയ പുലരിതന്നാരംഭം മൗനങ്ങളെ ഉണരൂ. ലാ 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 ലാ. ഡാഡി മോള് കൂടി കളിക്കുകയാണോ? ഇതാ മോക്ക്.
താങ്ക്സ്. സോറി, നിന്റെ കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ നീ എന്താണ് വാക്ക് പാലിച്ചിട്ടുള്ളത്? അതുകൊണ്ടല്ല, എന്റെ ഫാക്ടറിയുടെ മിഷനറീസ് ഒക്കെ വന്നു, അത് ഫിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, നിന്റെ മിസ് എവിടെ? ഒന്ന് പരിചയപ്പെടുത്തടാ. സൗദരി, സൗദരി. ആ, നീ ഇവിടെ ഇരിക്ക്. ഞാൻ ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്ത് വരാം. മമ്മി മമ്മി, ദേ ഒരു അങ്കിള് വന്നിരിക്കുന്നു. ഡാഡിയുടെ ഫ്രണ്ടാ. ആ പിന്നെ നമ്മുടെ ആ കൺസൈൻമെന്റ് കാര്യമൊക്കെ എന്തായി? ഒന്നുമില്ല. അത് ശരി. പിന്നെ കാര്യം ചെയ്യണം. ഷിപ്പിനൊന്നും കുഴപ്പമില്ലല്ലേ? റൈറ്റ്. ശരി. സഹോദരൻ ഒന്നില്ലേ? നീ ഇരിക്കും. മോളെ, മമ്മി എവിടെ? മമ്മി കുളിക്കുക. സഹോദരി, എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അതിനിടയ്ക്ക് എന്റെ കുളി. ഒന്ന് വേഗം വാ. എടാ, അവളെ കുളിക്കുകയാണ്. നീ ഇരിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ പിന്നെ വരാം. റൈറ്റ്. നീ ഇതുവരെ കുളിച്ചില്ലേ? കുളിക്കുന്നു പറഞ്ഞിട്ട് അവൻ പോയി. കുളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അവൻ ഇവിടെ ഒരു ഫാക്ടറി വന്നിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ഒരു ദിവസം എന്റെ വീട്ടിൽ പോകണം. അവന്റെ അമ്മ നല്ല സ്ത്രീയാണ്. നീ ചെല്ല്, കുളിക്കാൻ നോക്ക്. ഹലോ, വിശ്വനാഥന്റെ വീടല്ലേ? അതെ, അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങളാരാ? എനിക്ക് അദ്ദേഹത്തിനെ അല്ല വേണ്ടത്, നിന്നെയാ. നിങ്ങളാരാ? എന്നെ നീ അത്ര വേഗം മറക്കാൻ വഴിയില്ല സാവിത്രി. ഒന്ന് ഓർത്തു നോക്ക്. ആരാണെന്നാ ചോദിച്ചത്? ഞാനോ? അത് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് വരാം. ഞാൻ ഇന്ന് 3 മണിക്ക് വരും. ആ സമയത്ത് വീട്ടിലാരും കാണില്ലല്ലോ. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കിടക്കയിൽ എനിക്ക് നിന്റെ കൂടെ അല്പസമയം കഴിയണം. എതിർത്താൽ നിന്റെ ജീവിതം തകരും. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്റെ പഴയ സുരേന്ദ്രൻ. ഞാനിന്ന് 3 മണിക്ക് വരും. ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഉപദ്രവിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. അത് എനിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. എന്റെ ഭർത്താവ് നല്ലവനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ പോലെ ആരാധിക്കുന്നു. ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞു, ആ നല്ല മനുഷ്യന്റെ ജീവിതം കൂടി തകരും. സുരേന്ദ്രൻ, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. മേലാൻ ഇവിടെ വരരുത്. എന്റെ ഭർത്താവിനെ കാണരുത്. സുരേന്ദ്രൻ നിനക്ക് പരിചയമുണ്ടോ? നിനക്കറിയാമെന്നാണ് ചോദിച്ചത്. എങ്ങനെ നിനക്ക് അവനറിയാം? ഇവിടെ വെച്ച് നീ അവനുമായി പരിചയപ്പെട്ടു. എന്താണ് നിനക്ക് അവനുമായി?
ഞാൻ അറിയാൻ പാടില്ല രഹസ്യം. ഒന്നും എന്നോട് ചോദിക്കരുത്, ഒന്നും എന്നോട് ചോദിക്കരുത്. ഹലോ, വിശ്വനാഥന്റെ ഓഫീസല്ലേ? അതെ. സാറ് നേരത്തെ വീട്ടിൽ പോയി, അങ്ങോട്ട് വിളിച്ചാ മതി. എനിക്കത് അറിയണം. നീയും എന്റെ ഭാര്യയുമായി എന്താണ് ബന്ധം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും നിന്റെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്തോ രഹസ്യം വിളിക്കുന്നു, അതാണ് എനിക്കറിയേണ്ടത്. വിശ്വനാഥ, നീ അറിയേണ്ട കാര്യമില്ല. അറിയാതിരിക്കാണ് നല്ലത്. എനിക്കത് അറിയണം. പറയടാ. പറയാം. സാവിത്രി പാവം, വിവാഹത്തിന് മുമ്പ് അവക്കൊരു തെറ്റുപറ്റി. അതിന് ഇപ്പൊ നീ അവളെ ശിക്ഷിക്കരുത്. എത്രയോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു. ഇവൾ എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഞാൻ എന്റെ കൊച്ചു പെങ്ങളായിട്ടാണ് അവളെ കരുതിയിരുന്നത്. എടാ, ഒരു കാളവണ്ടിക്കാരൻ ശിവരാമനല്ലേ നിനക്ക് ഇവളെ വിവാഹം ചെയ്തു തന്നത്? അവൻ ഇവളുടെ സഹോദരനല്ല. എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കാലത്ത് ഇവക്ക് അവനുമായി പറയാൻ കൊള്ളരുതാത്ത ബന്ധമുണ്ടായിരുന്നു. നിന്നോടവൻ സഹോദരനാണെന്നല്ലേ പറഞ്ഞത്? എല്ലാവരോടും അങ്ങനെ പറയുന്നത്. അവന്റെ ഒരു കുഞ്ഞിനെ ഇവള് പ്രസവിച്ചു. അതിനെ അവൻ ഇവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇവളവന്റെ പെങ്ങളൊന്നും അല്ലെന്നേ, ഒരു കുറിപ്പിന്റെ മോള. ഇവനുമായിട്ടുള്ള ഈ ബന്ധം കാരണം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്നുള്ള കാര്യം ഇവളെങ്ങനെയോ മനസ്സിലാക്കി. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്ന ഇവളുടെ പേടി. ഐ എം സോറി. ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. നീ പറയിപ്പിച്ചതാണ്. സാവിത്രി നല്ലൊരു സ്ത്രീയാണ്. അവളോടൊന്നും ചോദിക്കണ്ട. നീ കഴിഞ്ഞ എല്ലാം മറക്കാം. എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. നീ ഇല്ലാത്തപ്പം ആ കാളവണ്ടിക്കാരൻ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. നീ അവനെ അവിടെ കേറ്റായിരുന്നാ മതി. ആ കാളവണ്ടിക്കാരൻ നിന്റെ ആരാടി? ആരാണെന്നാ ചോദിച്ചത്? എന്റെ ആങ്ങള. നിന്റെ ഒരു ആങ്ങള? അവൻ നിന്റെ ആങ്ങളെയാണോടി? ആണോ? അവൻ നിന്റെ കാമുകനല്ലേടി? അവന്റെ കുഞ്ഞൊന്നും പ്രസവിച്ചിട്ടില്ലേ? നീ അവനും കൂടെ ചേർന്ന് എന്റെ ജീവിതം തകർത്തു. നിന്നെ ഞാൻ വെറുതെ വിടില്ലേ? നിന്നെ ഞാൻ കൊന്ന് കുളിച്ചോളൂ. പോയി. നീയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ഇവിടെ നിന്റെ ആരാണ്? എന്റെ പെങ്ങളാണ്. ഇവിടെ നിന്റെ ആരാണ്? സത്യം പറയണം. ഞാനെല്ലാം അറിഞ്ഞതാ. ഇവിടെ നിന്റെ അയൽപ്പക്കത്തുള്ളൊരു പെണ്ണല്ലേ? നിനക്ക് ഇവളുമായി പറയാൻ കൊള്ളാത്ത ബന്ധമല്ലേ ഉണ്ടായിരുന്നത്? നിന്റെ കുഞ്ഞിനെ ഇവൾ ഗർഭം ധരിച്ചില്ലേ? പ്രസവിച്ചില്ലേടാ? എന്റെ ജീവിതമാണ് നീ ഇവളും കൂടെ തകർത്തത്. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. അവളെന്റെ സ്വന്തം സഹോദരിയല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളെന്റെ പെങ്ങളാണ്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളൊരു വലിയ വീട്ടിൽ ജോലിക്കുന്നു. അവിടുത്തെ മുതലാളി പയ്യൻ ഇവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവൾ അവനെ വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവളെ തെരുവിലേക്ക് അടിച്ചിറക്കി. അത് ഇവളുടെ തെറ്റാണോ? നിങ്ങൾ പറയുന്നത് പോലെ ഇവളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവളെ ഞാനെന്തിന് നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം? എനിക്ക് ആരോഗ്യമില്ലേ? എനിക്കൊരു പെണ്ണിന്റെ ആവശ്യമില്ല.
എനിക്ക് ഇവിടെ അധ്വാനിച്ചു പോറ്റാനുള്ള കഴിവില്ലേ? ഇവളെന്റെ പെങ്ങളായതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു. അല്ലെങ്കിൽ ഇവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കഴിയുമായിരുന്നു. നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവളെ എതിർത്തു. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളെ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവളുടെ കണ്ണുനീരിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ആ രഹസ്യം നിങ്ങളോട് ഒരിക്കലും പറയരുതെന്ന് ഞാൻ അവളെ നിർബന്ധിച്ചിരുന്നു. ഇവൾ നിരപരാധിയാണ്. മരിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. ജീവിക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ പെങ്ങൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതേ ഞാനും ചെയ്തു. ഇതിനെല്ലാം കാരണക്കാരനായ ഒരുത്തനുണ്ട്, സുരേന്ദ്രൻ. അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ സുരേന്ദ്രൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എങ്കിൽ എനിക്ക് അവനെയാണ് കാണേണ്ടത്. എനിക്ക് മാപ്പ് തരണം. വിവാഹത്തിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. ക്ഷമിക്കൂ. നീ നശിപ്പിച്ചു. അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അത് നീ തകർക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനിയും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിനക്കുള്ള ശിക്ഷ മരണമായിരിക്കും. മമ്മി 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 ഡാഡി, മമ്മി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. വാ. സാവിത്രി, സാവിത്രി,
സഹോദരി, പ്രിയപ്പെട്ട, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അതുകൊണ്ട് എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നു. പകരം എനിക്ക് തരാൻ കഴിഞ്ഞത് ദുഃഖം മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. എന്റെ ബിന്ദുമോൾക്കൊരുമ്മ. സാവിത്രി. ഹലോ, പോലീസ് സ്റ്റേഷൻ? സാവിത്രിയോ? ഇതെപ്പോ? ഇന്നലെയോ? ഓ ശരി, ഞാൻ അന്വേഷിക്കാൻ വെച്ചു വിശദാതെ. എന്തൊരു ഇരിപ്പായത്? ഡാഡി, എത്ര നാളെ എങ്ങനെ ഇരിക്കുന്നത്? ഊണ് കഴിക്കുന്നില്ലേ? ഡാഡി, മമ്മി വരൂല്ലേ? സാവിത്രി, ഞാൻ എവിടെയല്ലേ അന്വേഷിച്ചു. ഇനിയിപ്പം അവരുടെ നാട്ടിൽ എവിടെയെങ്കിലും അന്വേഷിച്ചാലോ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ശരിയാണ് മീനാക്ഷി. ഞാൻ നാളെ രാവിലത്തെ വണ്ടിക്ക് തന്നെ പോവാം. അവിടെ എവിടെയെങ്കിലും അന്വേഷിക്കാം. മോളെ നോക്കിക്കൊള്ളണം. സാറെന്താ ഇവിടെ? ഒന്നുമില്ല. സാറിന്റെ മിസ്സിനെ കണ്ടല്ലോ. എവിടെ? സൗത്രി, സൗത്രി, ഞാൻ പറയുന്നത് ദയവായിട്ട് കേൾക്ക്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നു മുതൽ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എല്ലാം മറന്ന് 2 ദിവസം ഇവിടെയെങ്കിലും താമസിക്കാം. എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങാം. അതാ നല്ലത്. വരൂ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഞാനിന്ന് ടി വിയിലായിരുന്നപ്പോ സാറിന് കൊണ്ട് വന്നില്ലേ? അതിനെ ഇപ്പോ 401 നമ്പർ മുറിയിൽ വേറെ ഒരുത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അവനോടുണ്ടോ? ഇല്ല, പുറത്തോട്ട് പോയിരിക്കാം. സാറ് വേണമെങ്കിൽ ഒന്ന് എളുപ്പം പോയിട്ട് വാ. സാവിത്രി, നീ ഇവിടെ ആരോട് വന്നു? എന്റെ ഭർത്താവിന്റെ കൂടെ. പോടി. എത്രാമത്തെ ഭർത്താവേത്? എപ്പ കിട്ടി പുതിയ ഭർത്താവിനെ? ഇറങ്ങി പോരാ ഇവിടുന്ന്. പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയാ. നീ പഴയതിനെക്കാട്ടിലും സുന്ദരിയായിരിക്കുന്നു. ഇറങ്ങാനാ പറഞ്ഞത്. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാടി. തുടങ്ങി വെച്ച ഞാനല്ലേ. എന്റെ കൈനീട്ടം കൊള്ളാം. ഒരുത്തം പോകുമ്പോ വേറെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. നിന്നെ കൊണ്ടുവന്നവൻ അവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് പോയതാണോ? അവൻ പോട്ടെടി, നീ എന്റെ മുറിയിലോട്ട് വാ.
പടി നീ എന്നെ തല്ലിയല്ലേടി നീ എടി എന്നെ എതിർക്കാൻ നിൽക്കരുത് മര്യാദയ്ക്ക് വഴങ്ങുന്നത് വേണ്ടത് തുറക്കാൻ നീ ഇവിടെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. സൗത്രി 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 എന്താ സൗത്രി എന്താ സൗത്രി? സുരേന്ദ്രൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവനിവിടെ വന്നിരുന്നു. അവൻ എന്നെ കയറി പിടിച്ചു. അവൻ എന്നെ എവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ജീവിതമില്ല. എന്നെ ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല.
ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു.